ജയസറാം പുണ്യാത്മാക്കളുടെ സാദരപ്രണാമം. ഇന്ന് 1201 കർക്കിടകം 6 2026 ജൂലൈ 22 ബുധനാഴ്ച. ഇന്ന് പാരായണം ചെയ്യേണ്ട വരികൾ 483 വരികളാണ്. പ്രധാനപ്പെട്ട 2 ഭാഗങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒന്ന് ലക്ഷ്മണോപദേശം, 2 രാമസീതാ തത്വം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചത് ശ്രീരാമചന്ദ്ര മഹാപ്രഭു വനവാസത്തിൽ പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് കൗസല്യ മാതാവിനോടെല്ലാം യാത്ര ചോദിക്കുന്ന ആ ഒരു മുഹൂർത്തവും, ആ സമയത്ത് ലക്ഷ്മണൻ വളരെ ക്രോധത്തോടു കൂടിയിട്ട് തൻ്റെ പിതാവായ ദശരഥനെ ബന്ധിച്ചുകൊണ്ട് രാമന് രാജ്യഭാരം ഏൽപ്പിക്കാമെന്ന് പറയുന്ന ഒരു സന്ദർഭമാണ് നമ്മൾ കണ്ടത്. ആ സമയത്ത് ശ്രീരാമചന്ദ്ര മഹാപ്രഭു വളരെ വളരെ സ്നേഹത്തോടുകൂടി ലക്ഷ്മണനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്ന പ്രധാനപ്പെട്ട ഉപദേശമാണ് ലക്ഷ്മണോപദേശം എന്ന പേരിൽ പ്രസിദ്ധമായിട്ടുള്ളത്. ലക്ഷ്മണന് ശ്രീരാമൻ വിവിധ സമയങ്ങളിൽ ഉപദേശങ്ങൾ നൽകുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്മണോപദേശമാണ് അയോധ്യാകാണ്ഡത്തിലെ ക്രോധം കൊണ്ട് ജ്വലിച്ചു നിൽക്കുന്ന ലക്ഷ്മണനോട് ശ്രീരാമൻ നൽകുന്ന ഉപദേശം. ശ്രീരാമൻ പറയുന്നു: വത്സ സൗമിത്രയെ, കുമാരാ, നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞ് എന്നോട് വാക്കുകൾ. മത്സരബുദ്ധി കളഞ്ഞിട്ട് അല്ലയോ കുമാര, ഞാൻ പറയുന്നത് നീ കേട്ടാലും എന്ന് പറഞ്ഞിട്ട് ശ്രീരാമൻ ഒരുപാട് കാര്യങ്ങൾ ഉപദേശിക്കുകയാണ്. ആദ്യമേ തന്നെ ശ്രീരാമൻ പറയുന്നു: നിന്റെ അത്ര ഭക്തി വേറെ ആർക്കും എന്നോടില്ല, നിന്റെ ഉള്ളിൽ അത്രത്തോളം എനിക്ക് സ്ഥാനമുണ്ട് എന്നൊക്കെ എനിക്കറിയാം. നിന്നാൽ അസാധ്യമായിട്ടുള്ള ഒരു കർമ്മവും ഈ ലോകത്തില്ല എന്നത് എനിക്കറിയാം. ഇങ്ങനെയൊക്കെയാണെങ്കിലും ലക്ഷ്മണ, നീ ഒരു കാര്യം മനസ്സിലാക്കൂ. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം, വേഗേന നഷ്ടമാം ആയുസ്സുമോർക്ക നീ. വന്യസന്തപ്ത ലോഹസ്താമ്പു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണപൂരം തുടങ്ങിയിട്ട് മനുഷ്യജന്മത്തിന്റെ അവസ്ഥയെ കുറിച്ച് ശ്രീരാമൻ പറയുകയാണ്. വന്യസന്തപ്ത ലോഹസ്താമ്പു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭൂരം എന്നാൽ ചുട്ട് പഴുത്തു നിൽക്കുന്ന ഒരു പച്ചിരുമ്പ് കഷ്ണത്തിലേക്ക് ഒരു തുള്ളി ജലാംശം വീണാൽ എത്ര നേരത്തേക്കാണോ ആ ജലകണിക ആ ഇരുമ്പിൽ നിൽക്കുന്നത്, ആ ചുട്ട് പഴുത്തു നിൽക്കുന്ന ഇരുമ്പിൽ നിൽക്കുന്നത്, അത്രയും നിമിഷം മാത്രമാണ് ഒരു മനുഷ്യന്റെ ആയുസ് ഈ ഭൂമിയിലുള്ളത്. ചക്ഷുശ്രവണ കളസ്തമാം ദർദുരം, ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തീർന്നു. പാമ്പിന്റെ വായിലകപ്പെട്ട തവള തന്റെ ജീവിതം അവസാനിക്കുകയാണ് എന്ന് തിരിച്ചറിയുന്ന ആ സമയത്ത് അത് മനസ്സിലാക്കാതെ ആ പാമ്പിന്റെ വായിൽ നിന്നുകൊണ്ട് ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ മനുഷ്യൻ അവന്റെ നിലനിൽപ്പിനെ കുറിച്ച് ബോധ്യമില്ലാതെ ഭൗതികമായിട്ടുള്ള ജൽപ്പനങ്ങളിൽ വീണ് മുഴുകുകയാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ ശ്രീരാമൻ ലക്ഷ്മണന് നൽകുന്നത്. ശ്രീരാമൻ പറയുകയാണ്: പുത്ര മിത്രാർത്ഥ കളത്രാദി സംഗമം എത്രയും അല്പകാല സ്ഥിതമോർക്ക നീ. പുത്രൻ ഭാര്യ തുടങ്ങിയിട്ടുള്ള ഈ ഭൗതിക ജീവിതത്തിലെ ബന്ധങ്ങളൊക്കെ അല്പകാലത്തേക്ക് വേണ്ടി മാത്രമുള്ളതാണ്. പാന്തർ പെരുവഴി അമ്പലം തന്നിലെ കാതലായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം. അതായത് യാത്രക്കാര് പെരുവഴി അമ്പലത്തിൽ യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് അല്പസമയത്തേക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത് പോലെ, അതല്ലെങ്കിൽ ഒരു നദിയിലൂടെ ഒഴുകിപ്പോകുന്ന ഒരു പൊങ്ങുതടിയെ പോലെ അല്പസമയത്തേക്ക് വേണ്ടി മാത്രമുള്ള ഒരു കാര്യക്രമമാണ് ഈ ജീവിതം എന്ന് പറയുന്നത്. അതിനിടയിൽ ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക്, നിൽക്കുമോ യൗവനവും പുനരധ്രുവം. ലക്ഷ്മി, സമ്പത്ത്, അതുപോലെ ഐശ്വര്യം, ഇതൊക്കെ തന്നെ അല്പകാലത്തേക്ക് വേണ്ടി മാത്രമുള്ളതാണ്. സ്വപ്ന സമാനം കളത്ര സുഖം. ഭാര്യയുടെ കൂടെയുള്ള ജീവിതം അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃബന്ധം പോലും അല്പകാലത്തേക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അല്പമാം ആയുസ്സും അല്പകാലത്തേക്കുള്ളതാണ്. ആദിത്യദേവൻ ഉദിച്ചത്, വേഗേന യാദപതിയിൽ മറഞ്ഞത്, സത്വരം നിദ്രയും വന്നിതും, ഉദയശൈലോപരി വിദ്രുതം വന്നത് പിന്നെയും. അതായത് സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, വീണ്ടും ഉദിക്കുന്നു, നമ്മൾ കിടന്നുറങ്ങുന്നു, വീണ്ടും ഉദിക്കുന്നു, അസ്തമിക്കുന്നു. ഇങ്ങനെ ഈ ലോകം വളരെ 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 പെട്ടെന്ന് തന്നെ ദിനരാത്രങ്ങൾ കഴിയുന്നു. ഇപ്പോൾ ഇത് പകൽ, പിൽപ്പാട് രാത്രിയും, പിൽപ്പാട് പിന്നെ പകലും ഉണ്ടായവരും ദിനരാത്രങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. രോഗങ്ങളായുള്ള ശത്രുക്കളും വന്ന് ദേഹം നശിപ്പിക്കും ഏവനും നിർണയം. ഈ രോഗങ്ങളാവുന്ന ശത്രുക്കൾ
എല്ലാവരെയും ശരീരത്തെ നശിപ്പിക്കും. മൃത്യുവും കൂടൊരു നേരം പിരിയാതെ ഛിദ്രവും പാർത്തുള്ളിലിരിക്കുന്നു. ജനിച്ച സമയം മുതൽ തന്നെ നമ്മുടെ ഉള്ളിൽ മരണവും കൂടെ തന്നെയുണ്ട്. അതിന് മാറ്റിവെക്കാൻ ആർക്കും സാധിക്കുകയില്ല. ദേഹം നിമിത്തം അഹംബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്ന് ജന്തുക്കൾ നിരൂപിക്കും. ബ്രാഹ്മണോഹം, നരേന്ദ്രോഹം, ആഢ്യോഹം എന്നിങ്ങനെ. അതായത് ഈ ദേഹബുദ്ധി കൊണ്ട്, ദേഹത്തിന്റെ ബുദ്ധി കൊണ്ട് മനുഷ്യന്മാർ അഹംബുദ്ധി കൈക്കൊണ്ടിട്ട് മോഹം കൊണ്ട് പറയുകയാണ്, ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ രാജാവാണ്, ഞാൻ ആഢ്യനാണ് അഥവാ പ്രഭുവാണ് എന്നെല്ലാം പറയുന്നത് ഈ ദേഹത്തെ കുറിച്ചുള്ള അഹംബുദ്ധി കൊണ്ടാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടും അഹംബുദ്ധി കൊണ്ടുമാണ്. ഈ ദേഹമാകട്ടെ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം. ജന്തുക്കൾ കഴിച്ചിട്ട് അവരുടെ മലമായിട്ട് മാറേണ്ടതാണ്. അല്ലെങ്കിൽ വെണ്ണീറായി ചമഞ്ഞു പോകാം. അതുമല്ലെങ്കിൽ മണ്ണിനു കീഴായി കൃമികളായി പോകില്ല. മണ്ണിനു കീഴെ കൃമികളായിട്ട് മാറേണ്ടവരാണ്. കാരണം നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതൊന്നുകിൽ ജന്തുജാലങ്ങൾക്ക്, മറ്റു ജന്തുക്കൾക്ക് ഭക്ഷ്യവസ്തുവായിട്ട് മാറുകയും അതിലൂടെ അവരുടെ മലമായിട്ട് മാറുകയും ചെയ്യും. അതല്ലെങ്കിൽ ദഹിപ്പിക്കുകയാണെങ്കിൽ വെണ്ണീറായിട്ട് ചാരമായിട്ട് മാറും. അതുമല്ലെങ്കിൽ കുഴിച്ചിടുകയാണ് എങ്കിൽ മറ്റ് കൃമികളായിട്ട് പോവുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഒരു സാധനമാണ് ഈ ശരീരം. അതുകൊണ്ട് നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ത്വങ് മാംസ രക്താസ്തി വിൺമൂത്രരേതസാം. ത്വക്ക്, മാംസം, രക്തം, അസ്ഥി, മലം, മൂത്രം, രക്തം എന്നിവയുടെ സമ്മേളനം. ഇത് കൂടിച്ചേർന്നിട്ടുള്ള പഞ്ചഭൂതം കൊണ്ട് പഞ്ചഭൂതം നിർമ്മിതമായിരിക്കുന്നതാണ് ഈ ശരീരം. ഈ കായം എന്ന് പറയുന്ന ഈ ശരീരം അത്തരത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ ദേഹോഹം എന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാം, അവിദ്യയാകുന്നതും. ഈ ദേഹമാണ് ശരി എന്നുള്ള ചിന്ത മനുഷ്യന് മോഹത്തെ ജനിപ്പിക്കുന്ന അവിദ്യയാണ്. മോഹം ഉണ്ടാകുന്നത് ഈ ദേഹബുദ്ധി ഉള്ളത് കൊണ്ടാണ്. അത് അവിദ്യാസ്വരൂപിണിയാണ്. മോഹൈക ഹന്ത്രിയായുള്ളത് വിദ്യ. മോഹൈക ഹന്ത്രിയാകുന്നത്, മോഹത്തെ ഇല്ലാതാക്കുന്നത് വിദ്യയാണ്. സംസാരകാരിണിയായത് അവിദ്യ, സംസാരനാശിനിയായത് വിദ്യ. ഈ ലോകത്തുള്ള സംസാരം ഉണ്ടാക്കുന്നത് അവിദ്യയാണ്. സംസാരത്തെ നശിപ്പിക്കുന്നത് വിദ്യയാണ്. ആകയാൽ അതുകൊണ്ട് മോക്ഷാർത്ഥിയാണ് നിങ്ങളെങ്കിൽ, മോക്ഷത്തെ ആഗ്രഹിക്കുന്നവരായിട്ടാണ് അല്ലെങ്കിൽ ലക്ഷണാദിയിൽ നിൽക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ മോക്ഷം ആഗ്രഹിക്കുന്നവരായിട്ടാണ് നമ്മൾ നിൽക്കേണ്ടവരെങ്കിൽ വിദ്യാഭ്യാസം ഏകാന്ത ചേതസാ ചെയ്യുക വേണ്ടുന്നതും. വിദ്യയെ അറിയണം, അഥവാ അറിവ് നേടണം, വിദ്യ സമ്പാദിക്കണം, വിദ്യാഭ്യാസം ഉണ്ടാകണം. ഏകാന്ത ചേതസ എന്നതുകൊണ്ട് എന്താ പറയാ, കോൺസെൻട്രേഷനോട് കൂടിയിട്ട്, ഏക മനസ്സോട് കൂടിയിട്ട് ഏകാന്ത ചേതസ വിദ്യയെ അഭ്യസിക്കേണ്ടതുണ്ട്. തത്ര കാമക്രോധ ലോഭ മോഹാദികൾ ശത്രുക്കളാകുന്നു. ഈ വിദ്യാഭ്യാസത്തിന് അഥവാ അറിവ് നേടുന്നതിന് ശത്രുക്കളാകുന്നത് കാമം, ക്രോധം, ലോഭം, മോഹം എന്നിവയാണ്. അതിൽ തന്നെ മുക്തിക്ക് വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളോ അതിൽ ക്രോധം. മുക്തിക്ക് തടസ്സമായി നിൽക്കുന്നതിൽ ഏറ്റവും പ്രധാനി എന്ന് പറയുന്നത് ക്രോധമാണ്, ദേഷ്യമാണ്. മാതാ പിതൃ ഭ്രാതമിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കും നിതുപമാൻ. ക്രോധം കൊണ്ട്, ദേഷ്യം കൊണ്ടാണ് അച്ഛനാണോ അമ്മയാണോ സഹോദരനാണോ സഹോദരിയാണോ എന്ന് പോലും ചിന്തിക്കാൻ ഇട നൽകാതെ അവരെ വധിക്കാൻ പോലും ഈ ക്രോധം കൊണ്ട് കാരണമായി തീരുന്നു. ക്രോധം മൂലം മനസ്താപം ഉണ്ടായവനും, ക്രോധം മൂലമാണ് മനസ്താപം ഉണ്ടാവുന്നത്. ക്രോധം മൂലം ഉണ്ടാകും സംസാര ബന്ധനം ഉണ്ടാവുന്ന ക്രോധം കൊണ്ടാണ്. ക്രോധമല്ലോ നിജ ധർമ്മക്ഷയകരം, ധർമ്മത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നത് ക്രോധമാണ്. ക്രോധം പരിത്യജിക്കണം ബുധജനം. അതുകൊണ്ട് അറിവുള്ളവര് ക്രോധത്തെ ഒഴിവാക്കണം, ദേഷ്യത്തെ ഒഴിവാക്കണം. ക്രോധമല്ലോ യമനായത് നിർണയം. ഈ ദേഷ്യമാണ് യമനാകുന്നത്. സന്തോഷമാകുന്നത് നന്ദനവനം. സ്വർഗത്തിലെ നന്ദനവനമായിരിക്കുന്നത് സന്തോഷമാണ്. അതുകൊണ്ട് കാമസ്വരൂപിയായിരിക്കുന്ന ശാന്തിയെ ചിന്തിച്ച് ശാന്തിയോട് കൂടിയിട്ട് സന്താപമില്ലാതെ മുന്നോട്ട് ജീവിക്കണമെന്ന് ലക്ഷ്മണനോട് രാമൻ പറയുന്നു. കൂട്ടിച്ചേർക്കുകയാണ്, ദേഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ആഹന്നമേലെ വസിപ്പതാത്മാവുകൾ. ദേഹേന്ദ്രിയങ്ങൾക്കും പ്രാണബുദ്ധികൾക്കൊക്കെ മുകളിലായിട്ട് ഉപരിയായിട്ട് നിൽക്കുന്നത് ആത്മാവാണ്. ആ ആത്മാവ് തീർച്ചയായിട്ടും ശുദ്ധ സ്വയം ജ്യോതിൽ ആനന്ദപൂർണമായിരിക്കുന്ന തത്വമാണ്. ശുദ്ധ സ്വയം ജ്യോതിൽ ആനന്ദപൂർണമായിരിക്കുന്ന തത്വമാണ്. പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിരണം കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമ്മയമാചരിച്ചിടുന്നേ വരൂ. നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളൊക്കെ തന്നെ, നമ്മുടെ പ്രാരബ്ധങ്ങളെല്ലാം ഈ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് മുൻജന്മങ്ങളിൽ നിന്ന് സമ്പാദിച്ചിരിക്കുന്ന പ്രാരബ്ധങ്ങളെ ഈ ശരീരം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ആചരിക്കുക തന്നെ വേണം. എന്നാലോ കർമ്മങ്ങൾ, സംഘങ്ങൾ ഒന്നിലും കൂടാതെ, ഒരു കർമ്മങ്ങളിലോടും സംഘം ചേരാതെ, ഒരു കർമ്മങ്ങളോടും അടുപ്പം കൂടാതെ, കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ
ഇത് ചെയ്താൽ എന്ത് കിട്ടുമെന്ന് ചിന്തിക്കാതെ, ഇന്നത് ചെയ്താൽ എന്ത് കിട്ടുമെന്ന് ചിന്തിക്കാതെ, കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ച വണ്ണം എന്താണോ നമുക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന കർമ്മം അത് അതേ പ്രകാരം തന്നെ പരബ്രഹ്മണി നിത്യം സമർപ്പിച്ചു ചെയ്യണം. പരമാത്മാവിൽ ഈശ്വര സ്വരൂപനിൽ സമർപ്പിച്ചുകൊണ്ട് വേണം കർമ്മങ്ങളെല്ലാം ചെയ്യുന്നതിന്. നിർമ്മലമായുള്ള ഒരു ആത്മാവ് തന്നോട് കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ല. അങ്ങനെയുള്ള നിർമ്മലമായിരിക്കുന്ന ആത്മാവിന് ഈ കർമ്മങ്ങളൊന്നും തന്നെ ബാധിക്കുകയില്ല എന്ന് പറയുന്നു. സൗമുഖ്യമോട് മാതാവ് അത്രയും കേട്ടതിന് ശേഷം അത്രയും ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൽ നിന്ന് വിശദമായിട്ടുള്ള ഉപദേശമാണ് ലക്ഷ്മണന് ശ്രീരാമൻ നൽകുന്നത്. ശ്രീരാമൻ പറയുകയാണ്, ത്വക്ക്, മാംസം, രക്തം, എല്ല്, മൂത്രം, മലം, ശുക്ലം തുടങ്ങിയ ധാതുക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിരിക്കുന്ന മായ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ശരീരത്തെ ചിന്തിച്ചുകൊണ്ടല്ല ജീവിക്കേണ്ടത്. ആ ദേഹം അസ്ഥിരമാണ്, ശരീരം അസ്ഥിരമാണ്, എപ്പോൾ വേണമെങ്കിലും നശിക്കാവുന്നതാണ്. അത് മണ്ണിന് കീഴെ കൃമികളായിട്ട് പോകാം, അതുപോലെ വെണ്ണീരായിട്ട് ചമഞ്ഞു പോകാം, ജന്തുക്കൾ ഭക്ഷിച്ച് കാഷ്ടിച്ചു പോകാം. അങ്ങനെയുള്ളതാണ് ഈ ശരീരം. ആ ശരീരം വെച്ചുകൊണ്ടാണ് ഞാൻ രാജാവാണ്, ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ പ്രഭുവാണ്, ഞാൻ ഇന്നയാളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കരിക്കുന്നത് ഈ കേവല സ്വരൂപമായിരിക്കുന്ന ഈ ശരീരത്തെ മുൻനിർത്തിക്കൊണ്ടാണ്. ആ ദേഹം കൊണ്ടാണ് ഈ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്. ആ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കാനുള്ള കാരണം നമ്മളുടെ പ്രാരബ്ധ കർമ്മങ്ങളാണ്. ലക്ഷ്മണനോട് ഇത്തരത്തിൽ തത്വോപദേശം നൽകിയതിനു ശേഷം ശ്രീരാമൻ കൗസല്യ മാതാവിനോട് പറയുകയാണ്, ആത്മാവിനേതുമേ പീഡയുണ്ടാക്കരുത്, ആത്മാവിനെ അറിയാതെ വരരുത്. കാരണം ഇവിടെ കൗസല്യ മാതാവ് പറഞ്ഞു, ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുകയുണ്ടായി, ഞാൻ പ്രാണനെ കളയുമെന്ന് പറയുകയുണ്ടായി. അതിന് മറുപടിയായിട്ട് അവൻ പറയുകയാണ്, ആത്മാവിനെ അറിയാത്തവരെ പോലെ അമ്മ പെരുമാറരുത്. അച്ഛന്റെ ആഗ്രഹം എന്താണോ അത് തന്നെ നടപ്പിൽ വരുത്തുക എന്നുള്ളതായിരിക്കണം ഒരു അമ്മയുടെ ധർമ്മവും. അമ്മയും അത് തന്നെയാണ് ആഗ്രഹിക്കേണ്ടത്. പാതിവ്രത്യാധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് ഭർത്താവിന്റെ ആഗ്രഹത്തെ സ്വാധൂകരിക്കുക എന്നുള്ളതാണ് ഭാര്യാധർമ്മം എന്നെല്ലാം ശ്രീരാമൻ അമ്മയോട് പറയുകയാണ്. ഇതെല്ലാം പറഞ്ഞപ്പോ അത് കേട്ടതിനു ശേഷം കൗസല്യ മാതാവ് പ്രാർത്ഥിക്കുകയാണ്, സൃഷ്ടികർത്താവേ വിരിഞ്ച പത്മാസന പുഷ്ടതയാബ്ദേ പുരുഷോത്തമാഹരേ മൃത്യുഞ്ജയ മഹാദേവ, എൻ മകനാശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നിടുന്ന നേരവും തന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമ്മോദമാർന്ന് രക്ഷിച്ചിടുവിൻ നിങ്ങൾ. എൻ്റെ മകൻ നടന്ന് ക്ഷണിക്കുന്ന സമയത്തും നടക്കുന്ന സമയത്തും ആ യാത്രയിലൊക്കെ ഉടനീളം ഉറങ്ങുന്ന സമയത്താവട്ടെ എല്ലാ സമയത്തും ഈ പ്രകൃതിയിലെ സമസ്ത ഈശ്വരന്മാരും എൻ്റെ മകനെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീരാമനെ ദാഢഗാഠം ഉണർന്നുകൊണ്ട് 27 സംവത്സരം കാനനെ വസിച്ചാരാൽ വരിക എന്ന് അനുവദിച്ചു. അമ്മയുടെ അനുവാദം ആ യാത്രയ്ക്ക് പ്രധാനമാണ്. കാരണം മാതാവിന്റെ അനുവാദമില്ലാതെ ഒരു യാത്രയും അനുകരണീയമല്ല എന്നുള്ളത് ശാസ്ത്രോക്തമാണ്. അതുകൊണ്ട് ഇവിടെ ശ്രീരാമൻ വനവാസത്തിന് പോകാൻ വേണ്ടി അച്ഛൻ അനുവദിച്ചിട്ട് പോലും അമ്മയുടെ അനുവാദത്തിന് രാമൻ കാത്തു നിൽക്കുകയായിരുന്നു. അതുകൊണ്ടാണ് രാമായണം ചേർത്തത് 27 സംവത്സരം കാരണേ വസിച്ചാരാൽ വരിക എന്ന് അനുവദിച്ചിരിനാൾ തൽക്ഷണേ രാഘവൻ തത്വ സഗദ്ഗതം, ലക്ഷ്മണൻ താനും പറഞ്ഞാനാകുലം. അത് കേട്ടപ്പോ ഗദ്ഗതത്തോടു കൂടിയിട്ട് ലക്ഷ്മണൻ ശ്രീരാമനോട് പറയുകയാണ്, എന്റെ ഉള്ളിലുണ്ടായിരുന്ന സംശയങ്ങളെല്ലാം അങ്ങയുടെ ഉപദേശം കൊണ്ട് എനിക്ക് ബോധ്യമായി. എന്താണ് തത്വം എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് അല്ലയോ ശ്രീരാമ, അങ്ങയുടെ വനവാസ സമയത്ത് അങ്ങയുടെ കൂടെ യാത്ര ചെയ്യുവാൻ എന്നെ അനുവദിക്കണം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രാണനെ കളയും എന്ന് പറയുന്നു. ഇത് കേട്ട സമയത്ത് ശ്രീരാമൻ പറഞ്ഞു, എങ്കിൽ നീ പോന്നുകൊണ്ടാലും ശരി, നീ എൻ്റെ കൂടെ വന്നുകൊള്ളൂ എന്ന് പറഞ്ഞിട്ട് അമ്മയോട് അനുവാദം വാങ്ങിയിട്ട് നേരെ സീതാഗൃഹത്തിലേക്ക്, സീതാദേവിയുടെ സമീപത്തേക്ക്, തന്റെ ഭാര്യയുടെ സമീപത്തേക്ക് ശ്രീരാമൻ യാത്ര തിരിക്കുകയാണ്. ഭാര്യയോട് അനുമതി വാങ്ങാൻ വേണ്ടി യാത്ര തിരിക്കുന്നു. അങ്ങനെ സീതാഗൃഹത്തിലേക്ക്, സീതയുടെ സമീപത്തേക്ക് ശ്രീരാമൻ വരുന്നത് കണ്ടപ്പോൾ തന്നെ സീതാദേവിക്ക് ഒരു സംശയം. കാരണം സാധാരണഗതിയിൽ ശ്രീരാമൻ വരുന്ന സമയത്ത് അകമ്പടിക്കാരുണ്ടാവാറുണ്ട്. ഇവിടെ സീതാദേവി ചോദിക്കുന്നു, ആരും അകമ്പടി കൂടാതെ ശ്രീപാദചാരേണ വന്നതും എന്തൊക്കെ ബാധിതേ വാരണ വീരനെങ്കുമേ വല്ലഭേ ഗൗരാതപത്രവും താലബന്ധാതി. അതായത് ശ്രീരാമൻ എഴുന്നള്ളി വരുന്ന സമയത്ത് എന്തെല്ലാം ഉപചാരങ്ങളുണ്ട് അതൊന്നുമില്ലാതെ ശ്രീരാമൻ മാത്രം തനിയെ വരുന്ന കണ്ടപ്പോഴാണ് സീതാദേവി ചോദിക്കുന്നത്, എന്താണ് ഇങ്ങനെ വരാനുള്ള കാരണം ചോദിക്കുന്നു. കാരണം അഭിഷേക ദിവസമാണ്, നേരത്തെ നിശ്ചയിക്കപ്പെട്ടതനുസരിച്ച് ശ്രീരാമന്റെ രാജ്യാഭിഷേക ദിവസമാണ്.
ഇത് കേട്ടപ്പോൾ ശ്രീരാമൻ സീതാദേവിയോട് പറയുന്നു, തന്നിതു ദണ്ഡകാരണ്യ രാജ്യം മമ പുണ്യം വരുത്തുവാൻ താതനറിയടോ. എനിക്ക് പുണ്യം വരുത്തുന്നതിന് വേണ്ടിയിട്ട് വനരാജ്യമാണ് അച്ഛൻ എനിക്ക് നൽകിയത്. മാനസേ ഞാനത് പാലിപ്പതിനാശു പോകുന്നു. മാനസേ ഗേതം ഇളച്ചുവാണിയിടുക മാതാവ് കൗസല്യ തന്നെയും ശുശ്രൂഷ ചെയ്ത് സുഖേന വസിക്കുക. നീ അച്ഛൻ തന്ന വനരാജ്യം പാലിക്കുന്നതിന് വേണ്ടിയിട്ട് അത് ഭരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പുറപ്പെടാൻ തയ്യാറാവുകയാണ്. യാതൊരു ദുഃഖവും കൂടാതെ അല്ലയോ സീത്തെ, കൗസല്യ മാതാവിനെ ശുശ്രൂഷ ചെയ്തുകൊണ്ട് സുഖത്തോടുകൂടി നീ ഇവിടെ വസിച്ചാലും എന്ന് പറയുന്നു. തൊട്ടടുത്ത നിമിഷം ഭർത്താവിന്റെ വാക്യം കേട്ട തൊട്ടടുത്ത നിമിഷം സീതാദേവി പറയുകയാണ്, രാത്രിയിൽ കൂടെ പിരിഞ്ഞാൽ പുറാതോളം ആർത്തയുണ്ടല്ലോ ഭവാനെ പിതാവിനും. രാത്രിയിൽ പോലും പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത പിതാവാണല്ലോ ദശരഥൻ. അങ്ങനെയുള്ള ഈ ദശരഥന് ഇന്ന് വനരാജ്യം തരുവാൻ എന്താണ് കാരണം? മാത്രവുമല്ല, മന്നവൻ തന്നെയാണല്ലോ, രാജാവ് തന്നെയാണല്ലോ കൗതുകത്തോടെ ഇന്നലെ പറഞ്ഞത് അങ്ങേ രാജ്യാഭിഷേകം ആരംഭിച്ചു എന്ന്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് സീതാദേവി ചോദിക്കുകയാണ്. അത് കേട്ടപ്പോൾ ശ്യാമൻ പറഞ്ഞു, തന്വീ കുലം ഔലി മാലികയെ, സുന്ദരിന്മാരിൽ വെച്ച് ശ്രേഷ്ഠയായിട്ടുള്ളവളെ, കൈകേയപുത്രിയാം അമ്മയ്ക്ക് പിതാവ് 2 വരം കൊടുത്തിരുന്നു. ആ 2 വരം ഇന്ന് കൈകേയി മാതാവ് ചോദിച്ചിരിക്കുന്നു. അതിലൊന്ന് ഭരതൻ രാജ്യം കൊടുക്കണമെന്നും മറ്റേത് എന്നെ വനത്തിനയക്കണം എന്നുള്ളതുമാണ്. അതുകൊണ്ട് ആ സത്യത്തെ പാലിക്കുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് പോയേ മതിയാകൂ. നീ അതിന് മുടക്കം പറകൊല്ല, നീ അതിൻ്റെ ഏതും മുടക്കം പറകൊല്ല. മയ്യൽ കളഞ്ഞു മാതാവുമായി വാഴുക നീ. ഈ ദുഃഖമെല്ലാം കളഞ്ഞിട്ട് അമ്മയുടെ കൂടെ നീ വസിച്ചാലും എന്ന് പറയുന്നു. രാഘവൻ ഇത്തം പറഞ്ഞത് കേട്ടൊരു ആകാശശീമുഖി താനും അരുൾ ചെയ്തു. രാഘവൻ പറഞ്ഞത് കേട്ട് ആ സമയത്ത് തന്നെ, ആ നിമിഷം തന്നെ സീതാദേവി മറുപടി പറയുകയാണ്, മുന്നിൽ നടപ്പൻ വനത്തിനു ഞാൻ, മമ പിന്നാലെ വേണം എഴുന്നള്ളുവാൻ ഭവാൻ. പിന്നെ അവിടെ ചോദ്യം പറഞ്ഞൊന്നുമില്ല. രാമൻ വനത്തിന് പോകാൻ തയ്യാറായി എന്ന് ഉറപ്പിച്ച ആ നിമിഷം സീതാദേവി പറയുകയാണ്, മുന്നിൽ നടപ്പൻ ഞാൻ വനത്തിന്, മമ പിന്നാലെ വേണം എഴുന്നള്ളുവാൻ. ഞാനാണ് മുമ്പിൽ വനത്തിലേക്ക് യാത്ര തിരിക്കുന്നത്, എന്റെ പുറകിലാണ് ഭഗവാൻ വരേണ്ടത്. എന്നെ പിരിഞ്ഞത് പോകുന്നത് ഉചിതമല്ലൊന്നുകൊണ്ടും ഭഗവാൻ എന്ന് ധരിക്കണം. എന്നെ പിരിഞ്ഞു പോകുന്നത് യാതൊരു തരത്തിലും ശ്രീരാമന് ചേർന്നതല്ല എന്ന് പറയുന്നു. അപ്പോൾ അതിന് മറുപടിയായിട്ട് ദുഃഖത്തോടു കൂടി ശ്രീരാമൻ പറയുകയാണ്, എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നത്? തിങ്ങി മരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ, വനങ്ങൾ നിറഞ്ഞിരിക്കുന്ന വനത്തിലേക്ക് എങ്ങനെയാണ് നിന്നെ ഞാൻ കൊണ്ടുപോവുക? ഘോരസിംഹ വ്യാഘ്ര സൂകര സൈനിക വാരണ വ്യാള ബല്ലൂക മൃഗാദികൾ, വിവിധ തരത്തിലുള്ള ക്രൂര മൃഗങ്ങൾ വസിക്കുന്ന വനത്തിലേക്ക്, മാനുഷഭോജികളായുള്ള രാക്ഷസരുള്ള സ്ഥലത്തേക്ക്, ആ കാരണത്തിലേക്ക്, മറ്റു ദുഷ്ടജന്തുക്കൾ സംഖ്യയില്ലാതോളമുള്ള ആ വനത്തിലേക്ക് എങ്ങനെയാണ് സീതയെ നിന്നെ ഞാൻ കൊണ്ടുപോവുക? അത് മാത്രവുമല്ല, മൂലഫലങ്ങൾ, അതായത് കയ്പും പുളിയുമുള്ള കടുമുള്ള കഷായങ്ങൾ, അങ്ങനെയുള്ള പഴവർഗ്ഗങ്ങൾ മാത്രമായിരിക്കും ഭക്ഷിക്കാൻ സാധിക്കുക. മാത്രവുമല്ല, മധുക്ഷീരങ്ങൾ, തേനും പാലും ഒന്നും ഉണ്ടാവുകയില്ല. കിടക്കുവാൻ നല്ല ശയന മെത്ത ഉണ്ടാവുകയില്ല. നടക്കുന്ന വഴിയിൽ കല്ലും മുള്ളുമായിരിക്കും. ഇങ്ങനെയുള്ള മാത്രമല്ല, ശീതവാതാതവയുടെയും തണുപ്പും കാറ്റും മഞ്ഞും മഴയും എല്ലാം സഹിക്കേണ്ടതായിട്ട് വരും. പാദചാരേണ വേണം നടക്കുവാൻ. മെതിയടി ധരിക്കുവാൻ പറ്റില്ല. പാദചാരേണ വെറും കാലുകൊണ്ട് വേണം നടക്കുവാൻ. ദുഷ്ടരായുള്ള രാക്ഷസരെ കണ്ടാൽ ഒട്ടും പൊറുക്കയില്ലാർക്കും. അങ്ങനെ ആ കാട്ടിലുള്ള രാക്ഷസന്മാരെ കണ്ടാൽ ആർക്കും സഹിക്കാൻ പോലും സാധിക്കുകയില്ല. അങ്ങനെയൊക്കെയുള്ള കാട്ടിലേക്ക് അല്ലയോ സീതയെ ഞാൻ എങ്ങനെയാ നിന്നെ കൊണ്ടുപോവുക? അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യൂ, മാതാവ് തന്നെയും നന്നായി പരിചരിച്ച് ഇങ്ങിരുന്നിടുക. ഈ മാതാവിനെ പരിചരിച്ചുകൊണ്ട് അയോധ്യയിൽ തന്നെ വസിക്കൂ. ഞാൻ 14 വർഷം വനത്തിൽ പോയിട്ട് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാമെന്ന് പറയുകയാണ്. ഇത് കേട്ട സമയത്ത് സീതാദേവി ദുഃഖത്തോടു കൂടി പറയുന്നു, നാഥ, പതിവ്രതയാം ധർമ്മപത്നി ഞാൻ, ആധാരവുമില്ല മറ്റെനിക്കാരും. ഞാൻ പതിവ്രതയായിട്ടുള്ള ധർമ്മപത്നിയാണ് നാഥ. എനിക്ക് മറ്റാരുമില്ല അഭയത്തിന്. ഞാൻ അങ്ങയുടെ കൂടെ വരുന്നത് കൊണ്ട് യാതൊരു ദോഷവും ഉണ്ടാവുകയില്ല. പാദശുശ്രൂഷാവ്രതം മുടക്കായികമേ, എന്റെ പാദശുശ്രൂഷാവ്രതം, ഞാൻ എന്റെ ഭർത്താവിന്റെ പാദസേവ ചെയ്തുകൊണ്ട് ജീവിക്കാമെന്നുള്ള എന്റെ നിശ്ചയം, എന്റെ തീയതി, അതങ്ങ് മുടക്കരുത്. എനിക്ക് കാലം കഴിയുമ്പോഴും അങ്ങയുടെ പാദസേവ ചെയ്തുകൊണ്ട് ജീവിക്കണം. അതിന് അങ്ങ് എന്നെ അനുവദിച്ചാലും. മാത്രവുമല്ല, അങ്ങ് കഴിച്ചതിന്റെ മൂലഫല ജലാഹാരങ്ങൾ വല്ലഭോചിഷ്ടം എനിക്ക് അമൃതോപമം. അങ്ങ് കഴിച്ചതിന്റെ ഉച്ചിഷ്ടം എനിക്ക് അമൃതിന് തുല്യമാണ്. അങ്ങ് കഴിക്കുന്ന ഫലങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് ഫലവൃക്ഷാദികളാവട്ടെ, എന്താവട്ടെ, അങ്ങ് കഴിക്കുന്നത് എന്തോ ആവട്ടെ, പഴങ്ങളോ അല്ലെങ്കിൽ കായ്കനികളോ എന്ത് കഴിച്ചാലും അതിന്റെ ഉച്ചിഷ്ടം എനിക്ക് അമൃതന് തുല്യമായിട്ട് ഞാനത് സ്വീകരിക്കില്ലേ? ഭർത്താവിന്റെ കൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തുമൂർത്തുള്ള കല്ലും മുള്ളും അത് പുഷ്പസമമാണ്.
ഭർത്താവിന്റെ കൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അവിടെയുള്ള കല്ലും മുള്ളും ചവിട്ടി നടക്കുന്നത് പുഷ്പത്തിൽ ചവിട്ടി നടക്കുന്നതിന് തുല്യമായിട്ടാണ്. അതുകൊണ്ട് എന്നെ വെടിയല്ലേ രാമ എന്ന് പറയുന്നു. മാത്രവുമല്ല ഇവിടെ സീതാദേവി പറയുകയാണ്, പണ്ട് ജ്യോതിശാസ്ത്ര വിശാരദൻ നിശ്ചയിച്ചൊരു കാര്യം എന്നോട് പറഞ്ഞു. എന്റെ രാശി അനുസരിച്ച് പറഞ്ഞു, ഭർത്താവിന്റെ കൂടെ വനത്തിന് പോകാനുള്ള യോഗം ഭവതിക്കുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് മാറ്റാൻ ആർക്കും സാധ്യമല്ലല്ലോ. വീണ്ടും പറയുകയാണ്, ഒരുപാട് രാമായണങ്ങൾ ഞാൻ പലതും കവികൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ജാനകിയോട് കൂടാതെ രാഘവൻ കാനനവാസത്തിന് പോയ ചരിത്രമുണ്ടോ? അത് മാത്രമല്ല അവസാനം ഒരു കാര്യം കൂടെ പറയുകയാണ്, പാണിഗ്രഹണ മന്ത്രാർത്ഥവും ഓർക്കണം. കല്യാണം കഴിഞ്ഞ സമയത്ത് നൽകിയ മന്ത്രം അങ്ങ് ഓർക്കണം. പ്രാണാവസാന കാലത്തും പിരിയരുത് എന്നുള്ളതല്ലേ അത്. പ്രാണാവസാന കാലത്തും പിരിയരുത് എന്നുള്ളതല്ലേ വിവാഹ മന്ത്രമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്നെ ഉപേക്ഷിച്ച് രാമൻ എങ്ങനെയാണ്, അല്ലയോ ഭവാനെ, അല്ലയോ നാഥ, അങ്ങേക്ക് എങ്ങനെയാണ് എന്നെ ഉപേക്ഷിച്ച് പോകാൻ സാധിക്കുക? അങ്ങനെ പോയാൽ ഞാൻ എൻ്റെ പ്രാണപരിത്യാഗം ചെയ്യുക തന്നെ വേണ്ടിവരുമെന്ന് സീതാദേവി ശ്രീരാമനോട് പറയുന്നു ദുഃഖത്തോടു കൂടിയിട്ട്. ഇത് കേട്ട സമയത്ത് ശ്രീരാമൻ ദുഃഖത്തോടുകൂടി തന്നെ, എന്നാൽ പുഞ്ചിരിച്ചുകൊണ്ട്, ഉള്ളിൽ ദുഃഖമുണ്ടെങ്കിലും തന്റെ കൂടെ തന്റെ ഭാര്യ വരുന്നു എന്നുള്ള ആ മന്ദസ്മിതത്തോടുകൂടി രാമൻ പറയുകയാണ്, എങ്കിലോ വല്ലവേ പോരിക വൈകാതെ സങ്കടം ഇന്നത് ചൊല്ലിയുണ്ടാകേണ്ട. അങ്ങനെയെങ്കിൽ സീതാദേവി എന്റെ കൂടെ വന്നുകൊള്ളൂ, അതുകൊണ്ട് എനിക്ക് സങ്കടം വേണ്ട. ദാനം അരുന്ധതിക്കായി കൊണ്ട് ചെയ്യുക നീ ജാനകി ഹാരാദിഭൂഷണമൊക്കവേ. ഗുരുപത്നിയായിരിക്കുന്ന അരുന്ധതി ദേവിക്ക് ഹാരങ്ങളും മാലകളും തന്റെ ആഭരണങ്ങളൊക്കെ ഗുരുപത്നിക്ക് സമർപ്പിച്ചാലും ദാനം നൽകിയാലും എന്ന് പറയുന്നു. അതിനുശേഷം അവർ പോകാൻ തയ്യാറെടുക്കുകയാണ്. തയ്യാറെടുക്കുന്ന സമയത്ത് ലക്ഷ്മണൻ തന്റെ മാതാവിന്റെ പാദം നമസ്കരിച്ച് ആ മാതാവിനെ, സുമിത്രാ മാതാവിനെ, രാമന്റെ മാതാവായ കൗസല്യ മാതാവിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. കാരണം ഈ രണ്ടമ്മമാരുടെ മക്കളാണ് വനത്തിന് പോകാൻ തയ്യാറാവുന്നത്. കൗസല്യ മാതാവിന്റെ മകനായ രാമനും സുമിത്രാ മാതാവിന്റെ മകനായ ലക്ഷ്മണനും വനത്തിലേക്ക് പോകുമ്പോൾ അവർക്കിനി ആരും തുണയില്ല. അതുകൊണ്ട് തന്നെ ലക്ഷ്മണൻ സുമിത്രാ മാതാവിന്റെ കരം ഗ്രഹിച്ചുകൊണ്ട് കൗസല്യ മാതാവിന്റെ കരത്തിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുകയാണ്. അങ്ങനെ ചേർത്ത് പിടിക്കുന്ന സമയത്ത് സുമിത്രാ മാതാവ് ലക്ഷ്മണനോട് പറയുന്ന വാക്കാണ് രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വാക്കായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സുമിത്ര പറയുന്നു, അഗ്രജൻ തന്നെ പരിചരിച്ച് എപ്പോഴും അഗ്രയെ നടന്നുകൊള്ളണം പിരിയാതെ. ജ്യേഷ്ഠനെ പരിചരിച്ചുകൊണ്ട് എപ്പോഴും പിരിയാതെ കൂടെ ഉണ്ടാവണം. രാമനെ നിത്യം ദശരഥൻ എന്നുള്ളിൽ ആമോദമോട് നിരൂപിച്ചു കൊള്ളണം. രാമനെ, അല്ലയോ ലക്ഷ്മണ, നീ ദശരഥനാണ്, നിന്റെ പിതാവാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഇത് മാത്രവുമല്ല, എന്നെ ജനകാത്മജയം ഉറച്ചുകൊൾ. രാമന്റെ കൂടെയുള്ള സീതാദേവി, നിന്റെ ജ്യേഷ്ഠത്തി അമ്മയെ നീ എനിക്ക് തുല്യമായിട്ട് കാണണം, മാതാവായിട്ട് കാണണം. പിന്നെ അയോധ്യ എന്നോർത്തിയിൽ അടവിയെ, ആ വനം അയോധ്യ രാജ്യമാണെന്ന് ഓർക്കണം. നോക്കൂ, ഒരമ്മ തന്റെ മകനെ രാമന്റെ കൂടെ പറഞ്ഞു വിടുമ്പോ, രാമന്റെ സംരക്ഷണത്തിന് വേണ്ടി പറഞ്ഞു വിടുമ്പോ സുമിത്രാ മാതാവ് ലക്ഷ്മണനോട് പറയുകയാണ്, മോനെ നീ സദാസമയവും രാമന്റെ കൂടെ പരിചരിച്ചുകൊണ്ട് നിൽക്കണം. ഇവിടെ പോയാലും രാമന്റെ കൂടെ പരിചരിച്ചുകൊണ്ട് സംരക്ഷണത്തിന് ഉണ്ടാവണം. ആ രാമനാവട്ടെ ദശരഥന് തുല്യനായിട്ട് നീ പരീക്ഷിക്കണം. നിന്റെ പിതാവിനെ സംരക്ഷിക്കുന്നത് പോലെ നീ രാമനെ സംരക്ഷിക്കണം. അതുപോലെ സീതാദേവി ഞാനാണെന്ന് മനസ്സിലാക്കേണ്ടത്, നിന്റെ അമ്മയെ പരിചരിക്കുന്നത് പോലെ സീതാദേവിയെ നീ സംരക്ഷിച്ചു കൊള്ളണം. നിന്റെ രാജ്യമായ അയോധ്യയാണ് ആ വനമെന്ന് സങ്കല്പിക്കണം. കേവലം ഒരു വനത്തിലാണ് നിൽക്കുന്നത് എന്ന് ചിന്തിക്കാതെ നിന്റെ അയോധ്യ രാജ്യമാണ് എന്നുള്ള ബോധത്തോടുകൂടി, ചിന്തയോടുകൂടിയിട്ട് നീ രാമനെ സേവിച്ചുകൊണ്ട് നിൽക്കണമെന്ന് പറയുന്ന സുമിത്രാ മാതാവിന്റെ ആ വചനമാണ് രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വചനമായിട്ട്, വാക്കായിട്ട്, ശ്ലോകമായിട്ട് എടുത്തു പറയാറുള്ളത്. വാൽമീകി രാമായണത്തിൽ നമുക്കറിയാം, രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യ മടവീ വിദ്യയും ഗച്ഛ തത യഥാസുഖം എന്ന് പറയുന്ന ആ ശ്ലോകം. അതാണ് അയോധ്യയാണ് ആ വനമെന്ന് സങ്കല്പിക്കുക, രാമൻ നിന്റെ പിതാവായ ദശരഥനാണെന്ന് സങ്കല്പിക്കുക, സീതാദേവി നിന്റെ മാതാവായ ഞാനാണ് സങ്കല്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് രാമനെ സദാസമയവും പരിചരിച്ചുകൊണ്ട് കൂടെ നടക്കണമെന്ന് പറഞ്ഞു കൊടുത്ത സുമിത്രാ മാതാവിന്റെ സന്ദേശം. അതാണ് രാമായണത്തെ ശ്രേഷ്ഠമായിട്ടുള്ള സന്ദേശമായിട്ട് പറയുന്നത്. എന്തായാലും അതെല്ലാം കഴിഞ്ഞതിന് ശേഷം സുമിത്രാ മാതാവിനെ വന്ദിച്ച് നമസ്കരിച്ചുകൊണ്ട് ശാപശരാദികളെല്ലാം കൈക്കൊണ്ട് ലക്ഷ്മണൻ ശ്രീരാമന്റെ സമീപത്ത് പോയി നിൽക്കുകയാണ്, യാത്രയ്ക്ക് പുറപ്പെടാൻ തയ്യാറായിട്ട്. അങ്ങനെ അവർ മൂന്നുപേരും കൂടി, രാമനും ലക്ഷ്മണനും സീതാദേവിയും കൂടി അച്ഛന്റെ സമീപത്തേക്ക്, ദശരഥന്റെ സമീപത്തേക്ക് യാത്ര പറയാൻ വേണ്ടി പോവുകയാണ്.
ജനകനെ വന്ദിപ്പാൻ പോകുന്ന നേരത്ത് പൗരജനങ്ങളെ രാഗമോടെ കടാക്ഷിച്ചു കുതൂഹല. പ്രകാരം ശ്രീരാമ, ലക്ഷ്മണ, സീത 3 പേരും കൂടി ജനകനെ വന്ദിക്കാൻ വേണ്ടിയിട്ട്, പിതാവിനെ വന്ദിച്ച് അനുവാദം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് യാത്ര തിരിക്കുന്ന സമയത്ത് ശ്രീരാമനും സീതയും ലക്ഷ്മണനും പോകുന്നത് കണ്ട് സ്നേഹത്തോടുകൂടി എന്നാൽ ദുഃഖത്തോടുകൂടി തങ്ങളെ നോക്കുന്ന പൗരജനങ്ങളെ ശ്രീരാമൻ കാണുകയാണ്. ശ്രീരാമൻ തൻ്റെ പിതാവിന്റെ സമീപത്തേക്ക് പാദചാരയാണ് നടന്നു പോകുന്നത് കണ്ട് ശ്രീരാമന്റെ അഭിഷേകം കാണാൻ വേണ്ടി വന്ന അയോധ്യവാസികളെല്ലാം തന്നെ ദുഃഖത്തോടുകൂടി പരസ്പരം സംസാരിക്കുകയാണ്. പരസ്പരം അവർ പറയുകയാണ്, കഷ്ടം കഷ്ടം, ഇന്നലെ വരെ പുത്രന്മാരോട് ഏറ്റവും സ്നേഹമുള്ളത്, പ്രത്യേകിച്ച് രാമനോട് ഏറ്റവും സ്നേഹമുള്ള ആളാണ് ദശരഥൻ എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ ഇന്ന് ഈ ദുർഘടമായിട്ടുള്ള വനത്തിലൂടെ പാദചാരയാണ് നടക്കുവാൻ വേണ്ടിയിട്ട് കൽപ്പിച്ച ദശരഥന്റെ മനോഭാവം വേറെ ആർക്കും ഈ ലോകത്തുണ്ടാവുകയില്ല. ഇത്രയ്ക്കും ദുഷ്ടനാണോ ദശരഥൻ എന്നെല്ലാം തുടങ്ങിയിട്ട് ചർച്ചകൾ നടക്കുന്നു. അത് കേട്ട് മറ്റൊരാൾ പറയുകയാണ്, കൈകേയി പണ്ട് 2 വരം വാങ്ങിയിട്ടുണ്ടെന്നും ആ വരം ഇന്ന് കൊടുക്കാൻ ദശരഥൻ നിർബന്ധിതനായതാണ് എന്നും അതിന്റെ ഫലമായിട്ടാണ് രാമൻ വനത്തിലേക്ക് പോകുന്നത് എന്നും സത്യപാലനത്തിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പരസ്പരം അവർ ചർച്ച ചെയ്യുകയാണ്. ഇതെല്ലാം ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ അവർ തീരുമാനിക്കുകയാണ്, രാമൻ വനത്തിന് പോവുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഇവിടെ നിന്ന് അയോധ്യയിൽ നിന്ന് പലായനം ചെയ്ത് രാമന്റെ കൂടെ വനത്തിലേക്ക് പോകാം, അല്ലാതെ രാമനില്ലാതെ നമുക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കുകയില്ല എന്നൊക്കെയുള്ള ചർച്ചകൾ ആ അയോധ്യാവാസികൾ പലരും പല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കേട്ടപ്പോൾ ഇപ്രകാരം പുരവാസികളായുള്ള വിപ്രാതികൾ വാക്കു കേട്ടോരനന്തരം വാമദേവൻ പുരവാസികൾ തമ്മോട് സാമോദമേവം അരുൾ ചെയ്ത നേരം, വാമദേവൻ എന്നൊരു താപസൻ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ജനങ്ങളുടെ ഇത്തരത്തിലുള്ള ഈ ചർച്ചകളൊക്കെ കേട്ടപ്പോൾ വാമദേവൻ എന്ന താപസൻ പറയുകയാണ്, രാമനെ ചിന്തിച്ച് ദുഃഖിയായ കാരുമേ കോമളഗാത്രിയാം ജാനകി മൂലവും, കോമളഗാത്രിയായ ജാനകിയെ കൊണ്ടും ശ്രീരാമനെ കൊണ്ടും ആരും ദുഃഖിക്കാൻ പാടില്ല. രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു അമരസാക്ഷനാം ആദിനാരായണൻ, ലക്ഷ്മണനായ അനന്തൻ, ജനകത ലക്ഷ്മി ഭഗവതി. ശ്രീരാമൻ മഹാവിഷ്ണുവാണ്, ജാനകി ദേവിയാകട്ടെ ലക്ഷ്മി ഭഗവതിയാണ്, അതുപോലെ ലക്ഷ്മണനാവട്ടെ അനന്തനാണ്. ഇവർ കായഭേദം ധരിച്ച് മനുഷ്യ വേഷം ധരിച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത് രാവണവധത്തിന് വേണ്ടിയിട്ടാണ്. രാവണവധത്തിന് വേണ്ടിയിട്ട് ഭൂമിയിൽ ദേവന്മാരുടെ അപേക്ഷ അനുസരിച്ച് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് രാമനെ ചൊല്ലി ആരും ദുഃഖിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് വാമദേവൻ ആ പുരവാസികൾക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം തുടങ്ങിയിട്ടുള്ള അവതാരങ്ങൾ എടുത്തത് ഈ രാമനാണ് എന്ന് പറയുകയാണ്. അതിനായിട്ട് പ്രയോഗിക്കുന്ന വാക്കുകൾ നോക്കുക. രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായി അദൃജാവല്ലഭൻ സംഹരിക്കുന്നതും വൈവസ്വതമനു ഭക്തി പ്രസന്നനായ ദേവൻ മകരാവതാരം അനുഷ്ഠിച്ചു. മകരാവതാരം വൈവസ്വതമനു ഭക്തി പ്രസന്നനായിട്ട് മകരാവതാരം അനുഷ്ഠിച്ചു, മത്സ്യാവതാരം അനുഷ്ഠിച്ചു. വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്ന് വേദാവിനാക്കി കൊടുത്ത ഈ രാഘവൻ പാദോദിതമഥനെ പണ്ടു മന്ദരം പാതാളലോകം പ്രവേശിച്ചത് നേരം നിഷ്ഠുരമായൊരു കൂർമാകൃതി പൂണ്ടു. പൃഷ്ഠേകിരിതം ധരിച്ചതീ രാഘവൻ ദുഷ്ടനായ ഒരു ഹിരണ്യാക്ഷനെ കൊന്ന് ഗൃഷ്ടിയായി തേറ്റമേൽ ക്ഷോണിയെ പൊങ്ങിച്ച് കാരണവാരി തന്നിൽ കളിച്ചതും കാരണപുരുഷനാകും ഈ രാഘവൻ എന്ന് തുടങ്ങിയിട്ട് മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ വരെയുള്ള ആ അവതാരങ്ങളുടെ മഹിമ അല്ലെങ്കിൽ ഇന്ന അവതാരങ്ങളായിട്ട് സാക്ഷാൽ മഹാവിഷ്ണു അവതരിച്ചു എന്നും ഇപ്പോൾ ധാത്രീ സുധാവരനായ ദശരഥപുത്രനായിട്ട് പിറന്നിട്ടുള്ളത് അത് ശ്രീരാമനായിട്ട് പിറന്നത് അതേ മഹാവിഷ്ണു തന്നെയാണ് എന്നും രാവണ നിഗ്രഹാർത്ഥം വിഭജനത്തിന് ദേവഹിതാർത്ഥം ഗമിക്കുന്നതാണ്. രാവണനെ വധിക്കാൻ വേണ്ടിയിട്ട് ദേവന്മാരുടെ ആഗ്രഹമനുസരിച്ച് വിഷ്ണു ഭഗവാൻ ജഗന്മയൻ ഇപ്പോൾ വനത്തിലേക്ക് പുറപ്പെട്ടതാണ്. അതുകൊണ്ട് രാമൻ വനത്തിന് പോകുന്നു എന്നുള്ളത് ചിന്തിച്ചിട്ട് ആരും ദുഃഖിക്കേണ്ടതില്ല. രാമൻ വനത്തിന് പോകാനുള്ള കാരണം യാതൊരു തരത്തിലും അത് മന്ധരയല്ല, കൈകേയിയല്ല, ദശരഥനല്ല. ആ വനത്തിലേക്ക് പോകാനുള്ള കാരണത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് സാക്ഷാൽ ഈശ്വരന്മാർ തന്നെയാണ്. അതിന്റെ കാരണം രാവണവധം എന്നുള്ള ധർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് എന്ന് ഇവിടെ വാമദേവൻ പുരവാസികളോട് പറയുകയാണ്. അത് മാത്രമല്ല അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു, ഇന്നലെ
നാരദർ ഇവിടെ വന്നിരുന്നു. നാരദർ രാമനോട് എപ്പോഴാണ് ധർമ്മ സംരക്ഷണത്തിന് ഇറങ്ങുന്നത് ചോദിച്ചപ്പോൾ നാളെ തീർച്ചയായിട്ടും വനത്തിന് പുറപ്പെടുമെന്ന് രാമൻ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് പ്രവാസികളെ നിങ്ങൾ ആരും ദുഃഖിക്കേണ്ടതില്ല. നിങ്ങൾ ചെയ്യേണ്ടത് രാമനെ ചിന്തിച്ച് ദുഃഖിയായ കാലമേ ആരും രാമനെ ചിന്തിച്ച് ദുഃഖിക്കരുത്. മറിച്ച് രാമരാമേതി ജപിക്കാൻ എല്ലാവരും രാമരാമ മന്ത്രം ജപിക്കുക. നിത്യവും രാമരാമേതി ജപിക്കുന്ന മർത്യന് മൃത്യുഭയാദികൾ ഒന്നുമേ സിദ്ധിക്കയില്ലതെ അല്ല കൈവല്യവും സിദ്ധിക്കും. രാമരാമ മന്ത്രം നിത്യം ജപിക്കുന്ന ആളുകൾക്ക് മൃത്യുഭയത്തിൽ നിന്ന് രക്ഷ നേടുകയും കൈവല്യം സിദ്ധിക്കുകയും ചെയ്യുമെന്നുള്ളത് യാഥാർത്ഥ്യമായുള്ള കാര്യമാണ്. അതുകൊണ്ട് ആനന്ദ സ്വരൂപനായിരിക്കുന്ന രാമന്റെ മന്ത്രം ജപിക്കൂ. ഭഗവത് സ്വരൂപത്തിന് യാതൊരു തരത്തിലുമുള്ള ദുഃഖം ഉണ്ടാവുകയില്ല എന്ന് പറയുകയാണ്. ഈ ജഗത്രയം പാലിപ്പതിന് വേണ്ടിയിട്ട് അവതരിച്ചിരിക്കുന്നതാണ് രാമൻ. രാമസീതാ രഹസ്യം ഈ ദൃശ്യം കേൾക്കുന്നവരും ധ്യാനിക്കുന്നവരും ഒക്കെ രാമദേവനിലേക്ക് ലയിക്കും എന്നുകൂടി ഇവിടെ വാമദേവൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു 2 ഭാഗമാണ് പ്രധാനപ്പെട്ട ഇന്നത്തെ ചർച്ചാ വിഷയം. 1 ലക്ഷ്മണോപദേശം, 2 രാമസീതാ തത്വം. ലക്ഷ്മണോപദേശത്തിൽ ദേഹത്തിന്റെ ഒരു അവസ്ഥയെ കുറിച്ച് കൃത്യമായിട്ട് ഇവിടെ പഠിപ്പിക്കുന്നു. ദേഹം നിമിത്തം അഹംബുദ്ധി കൈക്കൊണ്ട് ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ ക്ഷത്രിയനാണ്, ഞാൻ രാജാവാണ്, അല്ലെങ്കിൽ ഞാൻ പ്രഭുവാണ് തുടങ്ങി നമ്മുടെ ഭൗതികമായിട്ടുള്ള അവസ്ഥയെ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അഹങ്കരിക്കുന്ന ഒരു അവസ്ഥയെ ഇവിടെ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നു രാമൻ ലക്ഷ്മണോപദേശത്തിലൂടെ. രാമൻ പറയുന്നു, ഈ ശരീരം കേവലം മണ്ണിന് കീഴെ കൃമികളായിട്ട് പോകേണ്ടതോ അല്ലെങ്കിൽ ഭസ്മമായിട്ട് വെണ്ണീറായിട്ട് പോകേണ്ടതോ വെണ്ണീറായിട്ട് പോകേണ്ടതോ മറ്റു ജന്തുക്കൾ ഭക്ഷിച്ചിട്ട് കഷ്ടമായിട്ട് മാറേണ്ടതായിട്ടുള്ളതാണ് ഈ ശരീരം. ഈ ശരീരത്തെ വെച്ചുകൊണ്ടാണ് അഹങ്കാര ബുദ്ധി കൈക്കൊണ്ടിട്ട് മനുഷ്യർ എല്ലാവിധത്തിലുമുള്ള അഹങ്കാര പ്രവൃത്തികൾ, അധാർമികമായ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഈ ദേഹത്തെ നിലനിർത്തുന്നത്, ഈ ദേഹത്തെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത് അതിൻ്റെ അകത്തുള്ള ആത്മചൈതന്യമാണ്, ആത്മാവാണ്. ആ ആത്മാവിനെയാണ് നാം തിരിച്ചറിയേണ്ടത്. ആ ആത്മാവിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസം ഉണ്ടാക്കിയെടുക്കണം, അറിവ് നേടണം, വേദം പഠിക്കണം, ശാസ്ത്രം പഠിക്കണം. ആ അറിവ് നേടലിലൂടെ മാത്രമേ നമ്മൾ ആരാണ് എന്നും ഈ ശരീരത്തിന്റെ അകത്തുള്ള ആത്മചൈതന്യം ഈശ്വരനാണ് എന്നും ആ ഈശ്വരനിലേക്ക് ലയിക്കാനുള്ള മാർഗം എന്താണ് എന്നും ഒരു മനുഷ്യന് മനസ്സിലാവുകയുള്ളൂ എന്ന് ശ്രീരാമൻ ലക്ഷ്മണനോട് ഉപദേശിക്കുകയാണ്. അതിലെടുത്ത് പറയുന്ന കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രോധത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നു. ക്രോധം കൊണ്ട് അച്ഛനെയോ അമ്മയെയോ സഹോദരനെയോ സഹോദരിയെ പോലും തിരിച്ചറിവില്ലാതെ എല്ലാ തരത്തിലുള്ള ധാർമ്മിക പ്രവൃത്തികൾക്കും ക്രോധം കാരണമായി തീരും. അതുകൊണ്ട് അറിവുള്ളവർ ക്രോധത്തെ പരിത്യജിക്കണമെന്ന് ലക്ഷ്മണനോട് ശ്രീരാമൻ ഉപദേശിക്കുന്നു. ആ ഉപദേശം കേട്ടപ്പോഴാണ് അത്ര നേരം ക്രോധത്തോടുകൂടി നിന്ന തന്റെ പിതാവിനെ കെട്ടിയിട്ടിട്ടാണെങ്കിലും രാമന് രാജ്യഭാരം നൽകിക്കൊടുക്കുമെന്ന് പറഞ്ഞ ലക്ഷ്മണന്റെ ക്രോധം ശമിക്കുന്നത് രാമന്റെ ഈ തത്വോപദേശത്തിലൂടെയാണ്. അതിനുശേഷം ശ്രീരാമൻ മാതാവിനോട് പറയുന്നു, അനുവാദം നൽകാൻ വേണ്ടിയിട്ട് പറയുന്നു. മാതാവ് അനുവദിക്കുന്നു. അതിനുശേഷം ലക്ഷ്മണനോട് സുമിത്ര പറയുന്നു, അയോധ്യയാണ് ആ വനമെന്ന് സങ്കല്പിക്കുക, നിന്റെ പിതാവായിരിക്കുന്ന ദശരഥനാണ് രാമനെന്ന് സങ്കല്പിക്കുക, നിന്റെ മാതാവായ ഞാനാണ് സീതാദേവി എന്ന് സങ്കല്പിക്കുക. അത്തരത്തിൽ ശ്രീരാമനെ സദാസമയവും സംരക്ഷിക്കണം എന്ന് സുമിത്ര മാതാവ് ലക്ഷ്മണനോട് ഉപദേശിച്ചതിന് ശേഷം രാമനും ലക്ഷ്മണനും സീതാദേവിയും കൂടി ദശരഥന്റെ അടുത്ത് ചെന്ന് അനുവാദം വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്ന ആ കാഴ്ചയാണ് അവസാനം നമ്മൾ കണ്ടത്. ആ കാഴ്ചയിൽ തന്റെ അഭിഷേകം കാണാൻ വേണ്ടിയിട്ട് വന്ന പുരവാസികളെ എല്ലാവരെയും കടക്കണ്ടുകൊണ്ട് ശ്രീരാമൻ പുഞ്ചിരിയോടുകൂടി നോക്കുന്നുണ്ട്. ആ പ്രവാസികളായിട്ടുള്ള ആളുകളെല്ലാം പരസ്പരം അപ്പോൾ ചർച്ച ചെയ്യുകയാണ്. ദശരഥൻ ഏറ്റവും നല്ല ഒരു പിതാവായിരുന്നു എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, മക്കളോട് ഏറ്റവും സ്നേഹമുള്ള, വിശേഷിച്ച് രാമനോട് ഏറ്റവും സ്നേഹമുള്ള പിതാവായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ അതേ ദശരഥൻ തന്നെ ഇപ്പോൾ രാമനെ നീണ്ട 14 വർഷം കാട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. കല്ലും മുള്ളും നിറഞ്ഞ ഭീകര ജന്തുക്കൾ നിറഞ്ഞ ആ കാട്ടിലേക്ക് രാമനെ പറഞ്ഞു വിടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ദശരഥൻ ഇത്രയ്ക്ക് ദുഷ്ടനാണോ എന്നൊരാൾ പറയുമ്പോൾ മറ്റൊരാൾ പറയുന്നു, ദശരഥൻ സത്യം പാലിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്, കൈകേയിക്ക് പണ്ട് 2 വരം കൊടുത്തതിന്റെ ഫലം കൊണ്ടാണ് സംഭവിക്കുന്നത് എന്നെല്ലാം പരസ്പരം പറയുന്നു. ആളുകൾ പറയുന്നു, രാമനില്ലാത്ത അയോധ്യയിൽ ഞങ്ങൾ ജീവിക്കില്ല, രാമൻ വനത്തിന് പോവുകയാണെങ്കിൽ ഞങ്ങൾ വനത്തിലേക്ക് പോകും എന്നെല്ലാം പറയുമ്പോൾ ആ കൂട്ടത്തിൽ വാമദേവൻ എന്ന് പറയുന്ന ഒരു തപസ്യുണ്ട്. ആ വാമദേവൻ അവരോട് പറയുന്നു, അല്ലയോ നിങ്ങളിങ്ങനെ അതും ഇതും പറഞ്ഞ് സമയം കളയരുത്, രാമനെ കുറിച്ച് ആരും ചിന്തിച്ച് ദുഃഖിക്കരുത്, സീതയെ കുറിച്ചും ദുഃഖിക്കരുത്. രാമൻ സാക്ഷാൽ ആദിനാരായണൻ മഹാവിഷ്ണുവാണ്. ഇന്നലെ നാരദൻ ഇവിടെ വന്നിരുന്നു, രാമന്റെ അവതാര ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് പറയാൻ ഓർമ്മപ്പെടുത്താൻ വന്നിരുന്നു. അത് കേട്ട സമയത്ത് രാമൻ പറഞ്ഞിട്ടുണ്ട്, നാളെ ഞാൻ വനത്തിൽ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും തന്നെ രാമന് ദുഃഖമില്ല. രാമൻ തന്റെ അവതാര ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് വനത്തിലേക്ക് പോവുകയാണ്.
രാമൻ വനത്തിൽ പോകാനുള്ള കാരണം മന്ധരയല്ല, മന്ദരേഷണം പറഞ്ഞതുകൊണ്ടല്ല, കൈകേയിക്ക് കിട്ടിയ വരമല്ല, ദശരഥന് സത്യപാലനമല്ല. അതൊക്കെ ഇതിലേക്കുള്ള മാർഗം മാത്രമാണ്. രാമന് അഥവാ സാക്ഷാൽ മഹാവിഷ്ണുവിന് തന്റെ അവതാര ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള ഉപാധികൾ മാത്രമാണ് ഇതെല്ലാം എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് രാമനെ ചിന്തിച്ച് ദുഃഖിക്കാതെ സദാസമയം രാമനാമം ജപിച്ചുകൊണ്ട് ജീവിക്കാൻ നിങ്ങൾ തയ്യാറാവൂ. ആ രാമനാമ ജപം ഒന്നുകൊണ്ട് മാത്രം നമുക്ക് മോക്ഷത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവരും രാമനാമം ജപിക്കൂ. രാമസീതാ തത്വത്തിന്റെ ഈ ഒരു രഹസ്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിട്ട് ജീവിക്കുമെന്ന് വാമദേവൻ പറയുന്നതോട് കൂടിയിട്ട് ആ പരവാസികൾക്കൊക്കെ മനസ്സിൽ സന്തോഷമുണ്ടാകുന്നു. രാമൻ ആരാണെന്ന് മനസ്സിലാവുന്നു, രാമന്റെ തത്വം മനസ്സിലാവുന്നു. അത്രയും ഭാഗത്തോടു കൂടിയിട്ടാണ് ഇന്നത്തെ പാഠ്യഭാഗം ഇവിടെ സമാപിക്കുന്നത്. രാമസീതാ തത്വത്തിൽ രാമനാമ ജപത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് വാമദേവൻ പറയുന്നു. അതുപോലെ ദശാവതാരങ്ങളിൽ ആദ്യത്തെ 7 അവതാരം മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ എന്നീ അവതാരങ്ങൾ പൂർത്തീകരിച്ച ശേഷമാണ് ശ്രീരാമൻ. ആദ്യത്തെ 7 അവതാരങ്ങളെ കുറിച്ചും ഇവിടെ വാമദേവൻ പറയുന്നു. സാക്ഷാൽ അതിനാരായണനായ മഹാവിഷ്ണു മത്സ്യമായിട്ടും കൂർമ്മമായിട്ടും വരാഹമായിട്ടും നരസിംഹമായിട്ടും വാമനനായിട്ടും പരശുരാമനുമായിട്ട് അവതരിച്ച് ധർമ്മത്തെ സംസ്ഥാപനം ചെയ്തു. ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് രാവണാദികളെ വധിച്ചുകൊണ്ട് ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പ്രവാസികളെ നിങ്ങൾ അറിഞ്ഞാലും എന്ന് പറയുന്നതോട് കൂടിയിട്ടാണ് ഇന്നത്തെ പാരായണ ഭാഗം, പാഠ്യഭാഗം അവസാനിക്കുന്നത്. ആ ഒരു സങ്കല്പത്തിൽ, രാമതത്വത്തെ മനസ്സിലാക്കിയ സങ്കല്പത്തിൽ, രാമസീതാ തത്വത്തെ മനസ്സിലാക്കിയ സങ്കല്പത്തിൽ, രാമസങ്കല്പത്തെ മനസ്സിലാക്കിക്കൊണ്ട് വാമദേവൻ പറഞ്ഞതുപോലെ രാമേതി ജപിപ്പിനെല്ലാവരും രാമനാമത്തെ ജപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് ഗുരുപരമ്പര നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പാഠഭാഗം ഗുരുപാദങ്ങളിൽ സമർപ്പിക്കട്ടെ. ജയ് സീതാറാം. മംഗളം കൗസലേന്ദ്രായ മഹനീയ ഗുണാത്മനേ ചക്രവർത്തി തനൂജായ സാർവഭൗമായ മംഗളം. ഓം ശ്രീ ഹനുമത്സേവിത सीतारामचंद्र भगवान की जय.